കഴിഞ്ഞ തവണ നമ്മൾ അവസാനിപ്പിച്ചത് 1992 ഡിസംബർ 6 ഒരു സംഘം കർസേവകർ അന്ന് നിലവിലുണ്ടായിരുന്ന ബാബരി മസ്ജിദിനെ തകർക്കുന്ന സംഭവത്തോടു കൂടിയാണ്. ഈ സംഭവം ഉണ്ടാക്കിത്തീർത്ത, പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഉണ്ടാക്കിത്തീർത്ത പരിവർത്തനത്തെക്കുറിച്ച് പൂർണ്ണരൂപത്തിലുള്ള പഠനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. നിരവധി പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ക്രിസ്റ്റോഫ് ജാഫർലോട്ട് തുടങ്ങിയിട്ടുള്ളവർ ഇതിനെ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ദേശീയതയുടെ പുനരുത്ഥാനത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും രൂപമായി കണക്കാക്കിയിട്ടുണ്ട്. ഹിന്ദു വർഗീയത ആധിപത്യത്തെ രൂപത്തിലേക്ക് വളർന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സംഭവമാണ് ഒരുക്കിയത് എന്നുള്ള കാര്യത്തിൽ പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അഭിപ്രായ ഭിന്നതകളില്ല. അതുമാത്രമല്ല, ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം വളരെ പ്രകടമായ രീതിയിൽ ഇന്ത്യയൊട്ടാകെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഹിന്ദുത്വ വർഗീയവാദികൾ നടത്തിയത്. ഇതിൻ്റെ ഫലമായി ഇന്ത്യയിലെ നിരവധി പ്രദേശങ്ങൾ, ഒരുപക്ഷെ ബാബരി മസ്ജിദുമായിട്ടോ അയോധ്യയുമായിട്ടോ ഈ തർക്കവിഷയമായ ഭൂമിയെ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൽപ്പിക്കാതിരുന്ന, ആ തർക്കങ്ങളിൽ പ്രത്യേകിച്ച് യാതൊരു പങ്കാളിത്തവും ഇല്ലാതിരുന്ന നിരവധി പ്രദേശങ്ങളിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ വളർന്നു വരികയും അത് മുസ്ലിം വിരുദ്ധ കലാപങ്ങളിലേക്ക്, ഒരുപക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതിരുന്ന തികച്ചും നിഷ്കളങ്കരായ മനുഷ്യർക്കെതിരായിട്ടുള്ള അതിതീവ്രമായ ആക്രമണങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരുപാട് മുംബൈയിൽ നടന്ന കലാപം, അത് ഏറ്റവും പ്രസിദ്ധമാണ്. അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് ഒരു സംഘം തീവ്രവാദികളാണ് എന്നുള്ള വാദം ഇന്ന് ശക്തമായിട്ട് പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക വംശജരായ മേമന്മാരുടെയും ഒക്കെ തന്നെ പ്രാധാന്യം, അതിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. സുപ്രസിദ്ധ സ്മഗ്ലറും കോടീശ്വരനുമായ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പങ്ക് അതിൻ്റെ അകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ള വാദം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ആസൂത്രിതമായി ഹിന്ദുത്വവാദികൾ, ശിവസൈനികരടക്കമുള്ള ഹിന്ദുത്വവാദികൾ നടത്തിയിട്ടുള്ള ഒരു ആസൂത്രിതമായ ആക്രമണമാണ് മുംബൈയിലുണ്ടായത് എന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ സൂററ്റിൽ, വഡോദരയിൽ, അഹമ്മദാബാദിൽ, കാൺപൂരിൽ, മീററ്റിൽ, അതുപോലെ മറ്റ് നിരവധി പ്രദേശങ്ങളിൽ തത്തുല്യമായ സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ ഹിന്ദുത്വവാദികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി വന്നു. അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, വീട് കൊള്ളിക്കിരയായവർ തുടങ്ങിയവരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഭീമമാണ്. ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ
കേരളത്തിൽ താരതമ്യേന കുറവായിരുന്നുവെങ്കിലും നമുക്കിവിടെ മട്ടാഞ്ചേരി, പൂന്തുറ മുതലായ സ്ഥലങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാപങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഈ കലാപങ്ങളുടെ ഇത്തരത്തിലുള്ളൊരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഒരു സംഭവം, ഒരു സംഭവം ഒരു പ്രത്യേക പ്രദേശത്ത് നടന്ന ഒരു സംഭവത്തിൻ്റെ അലയൊലികൾ അത് ഇന്ത്യയാകെ പടരുകയും ഇന്ത്യയിലെ വലിയൊരു സംഘം പ്രദേശങ്ങളിൽ ജനങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾക്ക്, സംഘർഷങ്ങൾക്ക് ഇരയാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇക്കാലത്തുണ്ടായതായിട്ട് നമുക്ക് കാണാം. പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കുടിയൊഴിച്ചു പോകുന്ന, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാർ പല പ്രദേശങ്ങളിൽ നിന്നും കുടിയൊഴിച്ചു പോകുന്നൊരവസ്ഥയും ഇക്കാലത്ത് ഉണ്ടായി വന്നിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും 1992 ഈ സംഭവം ദേശവ്യാപകമായിട്ടുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഒരൊറ്റ സംഭവത്തിൻ്റെ മേൽ നടക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. ഇതിൻ്റെ കാരണക്കാരാരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം അപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അന്നത്തെ ഗവൺമെൻറ് തന്നെയാണ് ഭാഗികമായിട്ട് ഈ കലാപം എന്ന് പറയുന്നതിനുണ്ടാവുന്നതിന് കാരണമായി തീർന്നത്. ബാബരി മസ്ജിദ് തകർക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് പറഞ്ഞ അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയായിരുന്നു. പക്ഷേ അതേസമയം തന്നെ അവർ ഒരു സ്വാഭാവികമായ രീതിയിൽ ഒരു കമ്മീഷനെ നിയമിച്ചു, അന്വേഷണ കമ്മീഷനെ നിയമിച്ചു, ജസ്റ്റിസ് ഷാ കമ്മീഷൻ. ആ കമ്മീഷൻ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇത് വളരെ ആസൂത്രിതമായി, വളരെ ശ്രദ്ധയോടുകൂടി ആസൂത്രണം ചെയ്ത ഒരു കലാപമായിരുന്നു എന്നുള്ളത് കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെ നേതാക്കളായിട്ടുള്ള അദ്വാനി, മുരളി മനോഹർ ജോഷി, വാജ്പേയി തുടങ്ങിയവരും, അതുകൂടാതെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള അശോക് സിംഗൽ, പ്രവീൺ തൊഗാഡിയ തുടങ്ങിയിട്ടുള്ളവരും എല്ലാവരും പങ്കെടുത്തിട്ടുള്ള യോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്മീഷൻ്റെ മുമ്പാകെ വന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു വളരെ ആസൂത്രിതമായൊരു ക്രിമിനൽ കുറ്റം ആയിരുന്നു യഥാർത്ഥത്തിൽ നടന്നത് എന്നും ആ ക്രിമിനൽ കുറ്റത്തിൻ്റെ ഉത്തരവാദികളെന്ന് പറയുന്നവർ അത് ഇന്നത്തെ BJPയുടെ നേതാക്കന്മാരും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരും തന്നെയായിരുന്നുവെന്നും അത് തെളിയിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ ജസ്റ്റിസ് ഷാ കമ്മീഷൻ അവതരിപ്പിച്ചിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായില്ല. അതിനെ തുടർന്ന് മറ്റ് കമ്മീഷനുകളും മറ്റു തരത്തിലുള്ള അന്വേഷണ കമ്മീഷനുകളും ഒക്കെ തന്നെ ഉണ്ടായി വന്നു. ഈ കമ്മീഷനുകളും തത്തുല്യമായിട്ടുള്ള ഒരു കുറ്റപത്രമാണ് യഥാർത്ഥത്തിൽ BJPക്കെതിരായിട്ടും വിശ്വഹിന്ദു പരിഷത്തിനെതിരായിട്ടും സമർപ്പിച്ചത്. ആ കുറ്റപത്രങ്ങളൊന്നും തന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നൊരവസ്ഥ പിൽക്കാലത്തുണ്ടായി വന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ആരാണെന്ന് പകൽ പോലെ വെളിച്ചമായിട്ടും കൊണ്ടുവന്നിട്ടും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരെ യഥാർത്ഥത്തിൽ ആ കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിസ്തരിക്കാനുള്ളൊരു പ്രാഥമിക കടമ പോലും അക്കാലത്ത് നിറവേറ്റപ്പെട്ടില്ല. എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ള കോടതി വിവാദങ്ങൾ യഥാർത്ഥത്തിൽ നീണ്ടുപോവുകയാണ് ഉണ്ടായത്. നിരവധി സുപ്രീം കോടതിയുടെ മുമ്പാകെ തന്നെ നിരവധി ഹർജികൾ സമർപ്പിക്കപ്പെട്ടു, പലതരത്തിലുള്ള നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള നിവേദനങ്ങളും ഹർജികളും ഒക്കെ തന്നെ നീട്ടിക്കൊണ്ടുപോയിട്ടും അത് ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലം അത് ഈ കോടതിയുടെ മുമ്പാകെ കിടക്കുകയും ഈ 4 നൂറ്റാണ്ട് കാലത്തേക്കുള്ള ആ കാലയളവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായി വരികയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല ഏതാണ്ട് എല്ലാ വർഷവും ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ തന്നെ കർസേവകർ ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ തന്നെ അവർ അയോധ്യ സന്ദർശിക്കുകയും ശിലാന്യാസം വീണ്ടും ശിലാന്യാസം നടത്തുകയും ഈ രാംലല്ല എന്ന് പറയുന്ന ആ പ്രദേശത്ത് മുമ്പ് ശിലാന്യാസം നടന്ന ബാബരി മസ്ജിദിൻ്റെ അങ്കണമായിട്ടുള്ള സ്ഥലത്ത് അവിടെ യഥാർത്ഥത്തിൽ വീണ്ടും പൂജകൾ നടത്തുകയും ചെയ്തുകൊണ്ട്
ഇതിനെ ജനമധ്യത്തിൽ സജീവമായിട്ട് നിർത്താനും ഈ വിഗ്രഹ എന്ന് പറയുന്ന ക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന സജീവമായിട്ടുള്ള അജണ്ടയായിട്ട് നിർത്താനും വളരെ കൃത്യമായിട്ടുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന്, അതായത് RSSൻ്റെ കർസേവകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു കർസേവകരുടെ ഒരു സംഘം അവരിത്തരത്തിൽ അയോധ്യയിൽ പോയിട്ട് അവരുടെ ശിലാന്യാസ പ്രവർത്തനം നടത്തിയതിനു ശേഷം തിരിച്ചു വന്നൊരു കർസേവകരുടെ സംഘം അവർ ഗുജറാത്തിലെത്തി. ഗുജറാത്തിലെ ഗോധ്രയിൽ വെച്ചിട്ട് അവിടുത്തെ ചില പ്രാദേശിക ആളുകളുമായിട്ട് പ്രത്യേക പ്രദേശത്ത് നിന്നപ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങളുമായിട്ടുള്ള അവിടുത്തെ ഒരു കോളനിയും നിവാസികളുമായിട്ടുള്ള ഒരു സംഘർഷം, ഒരു പരസ്പരം ഒരു വാക്കുതർക്കവും ആ വാക്കുതർക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഘർഷവുമാണ് 2002 നമ്മൾ ഇന്ത്യ മാത്രമല്ല ലോകത്തെ മുഴുവനും നടുക്കിയ ഗുജറാത്തിലെ വംശഹത്യയ്ക്ക് കാരണമായി മാറിയത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ ബാബരി മസ്ജിദിന് രാമജന്മഭൂമി പ്രശ്നം നിലനിർത്താനുള്ള, രാമക്ഷേത്രത്തിൻ്റെ പ്രശ്നം നിലനിർത്താനുള്ള RSSൻ്റെ ആസൂത്രിതമായ ശ്രമമാണ് മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് ഈ പറയുന്ന ഒരു ശ്രമം മാത്രമാണ്. അതിനെ അക്കാലത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ അന്നത്തെ അവിടുത്തെ ഫിനാൻസ് മന്ത്രിയായിരുന്ന ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും കൂടാതെ അന്നത്തെ ഗുജറാത്തിലുള്ള BJP മന്ത്രിസഭയും ഭരണാധികാരികളും ഒക്കെ തന്നെ ഈ വംശഹത്യയ്ക്ക് കൂട്ടുനിന്നു എന്നുള്ള വിവരം യഥാർത്ഥത്തിൽ പുറത്തു വന്ന് കഴിഞ്ഞതാണ്. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വംശഹത്യയുടെ ഭാഗമായിട്ട് നടന്ന നിരവധി കേസുകൾ, അവ പലതും ഗുജറാത്തിലുള്ള കോടതികൾ ഒന്നൊന്നായിട്ട് വിസ്തരിച്ച് വെറുതെ വിടുകയും പലരെയും യഥാർത്ഥ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി വന്നു. ഏറ്റവും അവസാനമായിട്ട് ബൽക്കീസ് ബാനു കേസിലെ ഒരു ഗർഭിണിയായൊരു സ്ത്രീയെ അവരെ കൂട്ടബലാത്സംഗം ചെയ്ത് അവരുടെ വീട്ടിലുള്ള സകലമാന ആളുകളെ കൊന്നൊടുക്കിയ ഭീകരന്മാരുടെ, അക്രമികളുടെ ലൈംഗിക ആക്രമണം നടത്തിയ 14ഓളം പേരെ കുറ്റവിമുക്തരാക്കുന്ന നടപടി ഇപ്പോൾ അടുത്ത കാലത്ത് സുപ്രീം കോടതി സ്റ്റേ ചെയ്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു പുതിയൊരു ധ്രുവീകരണത്തിൻ്റെതായ ഒരവസ്ഥ ഇന്ത്യ ഒട്ടാകെ വളർന്നു വന്നു എന്നുള്ളതാണ് നമുക്കിതൊക്കെ കൊണ്ട് കാണിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമായ മാറ്റം എന്നുള്ള പേര് പറയാവുന്നു. അതായത് ഒരു പുതിയ ധ്രുവീകരണത്തിൻ്റെ അവസ്ഥ. ഒരു ചെറിയ ഒരു പ്രദേശത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നൊരു തീപ്പൊരി, ആ തീപ്പൊരിക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അതിൻ്റേതായിട്ടുള്ള അലിയൊലികൾ ഉണ്ടാക്കുകയും അതൊരു വലിയൊരു കാട്ടുതീയായിട്ട് വളർന്നു വരികയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി തീർക്കാം എന്ന് തെളിയിച്ചത് യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദിൻ്റെ ധ്വംസനത്തോടു കൂടിയാണ്. ആ ഒരു തീപ്പൊരി എന്ന് പറയുന്നത് കാട്ടുതീയാക്കി മാറ്റുന്നൊരവസ്ഥ നമുക്ക് ഗുജറാത്തിലെ വംശഹത്യയിലൂടെ പ്രകടമാവുകയും ചെയ്തു എന്നുള്ളതും കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ ഇങ്ങനെ വന്നൊരു മാറ്റം, അത് സമൂഹത്തിൽ വന്ന മാറ്റവും കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരുപക്ഷെ 1992 ശേഷമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടമാണത്. കാരണം 1991-92 കാലത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു സമ്പദ്ഘടന എന്നുള്ള രീതിയിൽ സാമ്രാജ്യത്വത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരികയും അവരുടെ നിബന്ധനകളനുസരിച്ച് അക്കാലത്തെ ഗാട്ട്, അതുപോലെ തന്നെ സർവ്വദേശീയ നാണയനിധി, ലോകബാങ്ക് തുടങ്ങിയവരുടെ ശക്തികളുടെ നിബന്ധനകൾക്കനുസരിച്ച് ഇന്ത്യയുടെ സമ്പദ്ഘടന പഴയ രൂപത്തിലുള്ള സമ്പദ്ഘടന മുഴുവൻ മാറ്റിമറിച്ച് ഘടനാപരമായ പൊരുത്തപ്പെടൽ എന്നൊക്കെയുള്ള ഓമന പേരുകളിൽ അറിയപ്പെടുന്ന രീതിയിൽ സാമ്രാജ്യത്വത്തിൻ്റെതായിട്ടുള്ള പുതിയ ഒരു സമ്പദ്ഘടനയുടെ നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ വന്ന ഘട്ടമാണത്. അതിൻ്റെ ഫലമായിട്ടാണ് സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ നയങ്ങൾ ആരംഭിച്ചത്. പൊതുമേഖല വ്യവസായങ്ങൾ എന്ന് പറയുന്ന അനുക്രമമായി തകർക്കപ്പെട്ടത്. സാമൂഹ്യ സുരക്ഷാ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ട് സോഷ്യൽ വെൽഫെയർ സ്കീമുകളിൽ നിന്ന്, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം തുടങ്ങിയിട്ട് പൊതുപങ്കാളിത്തത്തോട് നടക്കുന്ന എല്ലാ തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ നിന്ന് ഭരണകൂടം പിന്മാറാനായിട്ട് ആരംഭിച്ചത്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക ഉദാരീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ
ഇവിടുത്തെ തൊഴിലിൻ്റെ ഘടന മുഴുവൻ മാറിമറിഞ്ഞത് ഒക്കെ തന്നെ ഈ കാലഘട്ടത്തിലാണ്. അതിൻ്റെ ഇവിടെ ഒരു സാമ്പത്തിക ചരിത്രം എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രശ്നം ഇതല്ലാത്തതുകൊണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇവിടെ പോകുന്നില്ല. അതിൻ്റെ ഫലമായിട്ടുണ്ടായി വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലുള്ള മുമ്പുണ്ടായിരുന്നൊരു സുരക്ഷിതത്വ ബോധം. അതായത് സമൂഹത്തിൽ അവർക്ക് ഒരുപക്ഷെ സർക്കാരുകൾ അവർക്ക് നീതി നൽകും എന്നുള്ളൊരു ബോധം, അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ സർക്കാരുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം, പൊതുമേഖലാ വ്യവസായങ്ങൾ നടപ്പിലാക്കുന്ന വഴി ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും തൊഴിൽ കിട്ടും എന്നുള്ളൊരു ബോധം, പൊതുവിദ്യാഭ്യാസം വഴിയായിട്ട് സൗജന്യവും ആയിട്ടുള്ള വിദ്യാഭ്യാസം നൽകപ്പെടുമെന്നുള്ളൊരു ബോധം, ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫീസ് കൊടുക്കാതെ വൻതോതിലുള്ള കൂലി കൊടുക്കാതെ തന്നെ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചികിത്സ കിട്ടും എന്നുള്ളൊരു ബോധം, ഇതുപോലെ തന്നെ പോഷകാഹാരം ലഭിക്കുമെന്നുള്ള ബോധം, ഇത്തരത്തിലുള്ള ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് എത്രമാത്രം കൃത്രിമമായിരുന്നു തുടങ്ങിയ ഒരു പ്രശ്നം ഉണ്ടാവാം. പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെയൊരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്നൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സുരക്ഷിതത്വം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു സ്വഭാവമായിട്ട് മാറുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇല്ലാതായിത്തീരുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ, ആ ഘട്ടത്തിലാണ് നമുക്ക് മുമ്പ് പറഞ്ഞ ഒരു വർഗീയമായിട്ടുള്ള ധ്രുവീകരണം എന്ന് പറയുന്നത് നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് ഏതെങ്കിലും വിധത്തിൽ ഉള്ള സമൂഹത്തിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ വന്ന മാറ്റം, ഭരണവർഗങ്ങളുടെ സ്വഭാവവിശേഷങ്ങളിൽ വന്ന മാറ്റം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളർന്നുയരുന്ന അരക്ഷിതാവസ്ഥ തുടങ്ങിയവയൊക്കെ തന്നെ അതിനൊരു വിശദീകരണം എന്നുള്ള രീതിയിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് ആരംഭിച്ചത് തൊട്ടടുത്ത് കിടക്കുന്ന അന്യമതക്കാരൻ അല്ലെങ്കിൽ അന്യജാതിക്കാരൻ എന്ന് പറയുന്നവനാണ് സ്വന്തം ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. ആ സങ്കല്പം എന്ന് പറയുന്നത് അതിശക്തമായി പ്രചരിപ്പിക്കുന്നതിൽ ഹിന്ദുത്വ വർഗീയവാദികളും പിന്നെ അവരെ ചെറുത്ത് നിൽക്കുന്ന ഒരു വിഭാഗവും മുസ്ലിം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഭാഗങ്ങളും അവരും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രചരണം നടത്താനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഹിന്ദുത്വ വർഗീയവാദികളുടെ നേതൃത്വത്തിൽ നടന്ന ഈ മാറ്റം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സമൂഹത്തിൽ അവരുടെ ചിന്താ രീതികളിൽ അതുപോലെ തന്നെ അവരുടെ ചിന്താ പദ്ധതികളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു വ്യതിയാനം വരുത്തി. അതായത് അതുവരെ ഉണ്ടായിരുന്ന മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പത്തിന് പകരം ഒരുപക്ഷെ ജനസംഖ്യാബദ്ധമായിട്ടുള്ള സാമുദായികമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത്, അതായത് ഞങ്ങളുടെ നാട്ടിൽ 70% ആളുകൾ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഞങ്ങൾ ആണ് ഇന്ത്യ ഭരിക്കേണ്ടത് എന്ന് പറയുന്ന ഇപ്പോഴും നമ്മളുടെ BJPക്കാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സങ്കല്പം എന്ന് പറയുന്നതിന് അതിശക്തമായിട്ടുള്ള സ്വാധീനമാണ് 1990-കൾക്ക് ശേഷം ഇന്ത്യയിൽ ലഭിച്ചത്. ഈ ഒരു മാറ്റം കൂടി വന്നതോടുകൂടി, അതായത് മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിൽ നിന്ന് മതപരമായ ജാതിപരമായ വർഗീയ ബോധത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് കൂടി വന്നതോടുകൂടി സംഭവിച്ചത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായി വരുന്ന അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ആധാരമായിട്ട് നിലനിൽക്കുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആധിപത്യമാണെന്നും ഏതെങ്കിലും ഒരു മതബോധത്തിൻ്റെ ആധിപത്യമാണെന്നും ഏതെങ്കിലും ഒരു ജാതിബോധത്തിൻ്റെ ആധിപത്യമാണെന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യഥാർത്ഥത്തിൽ വഴുതി വീഴുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് സംഭവിച്ചത് ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ സാമൂഹ്യ നവോത്ഥാനം അല്ലെങ്കിൽ മനുഷ്യരുടെ ചിന്താപദ്ധതികൾ, സാംസ്കാരിക രൂപങ്ങൾ, കലാസാഹിത്യ രൂപങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ അവയൊക്കെ തന്നെ ഈ തരത്തിലുള്ളൊരു മതബോധത്തിൻ്റെ അല്ലെങ്കിൽ ജാതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളും നമുക്ക് 1990-കൾക്ക് ശേഷം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചതായിട്ട് കാണാം. ഇതിൻ്റെ ഫലമായിട്ടൊരു പുതിയ തലമുറ, പ്രത്യേകിച്ച് 1990-ന് ശേഷം വളർന്നു വന്നൊരു പുതിയ തലമുറ, അവർ കൃത്യമായിട്ട് ജാതിബോധത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മതബോധത്തിൻ്റെ ഉള്ളിലാണ് വളർന്നു വരുന്നത് എന്നുള്ളതും നമ്മളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സങ്കല്പം ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതുള്ളൂ: ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമം. ഈ ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഞാനതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഇവിടെ പോകുന്നില്ല. മഹാഭാരതം, രാമായണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അതെങ്ങനെയാണ്
ഇന്ത്യാ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾക്ക് അത് മുമ്പ് തന്നെ പോയതാണ്. ഒറ്റക്കാര്യം മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അത് 1987 അന്നത്തെ RSS മുഖപത്രമായ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ലേഖനം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ലേഖനത്തിൽ പറഞ്ഞത് രാംലല്ല എന്ന് വിളിക്കുന്ന രാമജന്മക്ഷേത്രത്തിലെ വിഗ്രഹം സ്വയംഭൂവായിട്ട് ജനിച്ചതാണ് എന്നുള്ള ഒരു വാർത്തയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായി വന്നിട്ട്. യഥാർത്ഥം നമുക്കറിയാം 1949 ഡിസംബറിൽ ഒരു രാമായണ യജ്ഞത്തിൻ്റെ അവസാനത്തിൽ ആ രാമായണ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കുറേ ആളുകൾ മതിലി ആടിക്കിടന്നിട്ട് അവരൊരു വിഗ്രഹം സ്ഥാപിക്കുകയാണ് ചെയ്തത് എന്നുള്ളത് അന്നത്തെ പത്രങ്ങളിലുണ്ട്, അന്നത്തെ FIRലുണ്ട്, അന്ന് കോടതിയുടെ മുമ്പാകെ മൊഴിയുണ്ട്. എല്ലാം ഉണ്ടായിട്ട് പോലും വളരെ ഓപ്പണായിട്ട് പരസ്യമായിട്ട് നമ്മളുടെ ഇവിടുത്തെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ അടിസ്ഥാന സംഘടന തന്നെ അവർ പറഞ്ഞതൊരു സ്വയംഭൂവാണ് എന്ന് പറയുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനു മുമ്പായി വന്ന ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ പോലും പ്രസക്തമല്ല. അതിനു പകരം നിങ്ങൾക്ക് രാമനെ ഒരു ദേവനായിട്ട് രാമഭൂമി എന്ന് പറയുന്ന ഒരു ദൈവിക സ്ഥാനമായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബോധപൂർവം ഇങ്ങനെ ഒരു സങ്കല്പത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് രാമജന്മഭൂമി എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വയംഭൂ കഥയോടുകൂടി അതില്ലാതെയായി. ആ തർക്കഭൂമി എന്ന് പറയുന്ന തർക്കഭൂമി അല്ലാതെയായി. അതിന് പകരം ബാബരി മസ്ജിദ് നിന്നിരുന്ന സ്ഥലം തന്നെയാണ് രാമജന്മസ്ഥാനം എന്നുള്ള തിയറി, അത് വെറും തിയറി മാത്രമാണ്. അത് ഓർഗനൈസർ അല്ലെങ്കിൽ RSS കൊണ്ടുവന്നൊരു സിദ്ധാന്തം മാത്രമാണ്. ആ സിദ്ധാന്തം യഥാർത്ഥത്തിൽ വസ്തുതയായിട്ട് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ വസ്തുതയായിട്ട് അംഗീകരിക്കപ്പെട്ടതോടുകൂടി സംഭവിച്ചത് ഈ വസ്തുത എന്ന് പറയുന്നത് ജനങ്ങളുടെ വിശ്വാസമായി കണക്കാക്കപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം, അത് മുമ്പ് പറയുകയുണ്ടായി, അയോധ്യയിൽ തന്നെ 15-16 സ്ഥലങ്ങളെങ്കിലും ചുരുങ്ങിയത് രാമജന്മസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നവയുണ്ട് എന്ന് പറയുകയുണ്ടായി. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം എന്നുള്ള പേരിൽ ഈ പറയുന്ന സ്വയംഭൂ സങ്കല്പം കൂടി വന്നതോടുകൂടി കൃത്യമായിട്ട് തർക്കഭൂമി ആയിരുന്ന ബാബരി മസ്ജിദ് അങ്കണത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ബാബരി മസ്ജിദിൻ്റെ കബറിടങ്ങളിൽ തന്നെയാണ് രാമജന്മഭൂമി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് യാതൊരു തരത്തിലുള്ള തെളിവുമില്ലാതെ, ചരിത്രപരമായിട്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഈ ഒരു സങ്കല്പം പിന്നീട് ക്രമമായി നമ്മൾ കാണാൻ കഴിയുന്ന 1987 അത് ആരംഭിക്കുന്നു, 89 ശിലാന്യാസത്തിലേക്ക് നയിക്കുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് കർസേവകർ അവിടെ പോയിട്ട് ഈ കല്ലുകൾ കൊണ്ടുപോയി ഇടുന്നു. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഈ ഒരു അനുക്രമമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന വിശ്വാസ സങ്കല്പം എന്ന് പറയുന്നത്, അത് നമ്മളിവിടുത്തെ അനുക്രമമായിട്ടൊരു ചെറിയൊരു ചെതലരിക്കുന്നത് പോലെ നമ്മളിവിടുത്തെ ഭരണഘടനയും ഭരണ സംവിധാനത്തെയും തന്നെ അരിച്ചു തിന്നുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അതിൻ്റെ ഏറ്റവും ഭീകരമായൊരു ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് 2019-20 വന്നിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ്. ഈ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ടും വളരെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നതുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇവിടെ പോകുന്നില്ല. ഈ സുപ്രീം കോടതി വിധിക്ക് 2-3 കാര്യങ്ങൾ ഇതിൽ പ്രധാനമാണ് എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. വിധി എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഒന്ന്, രാമക്ഷേത്രം പണിയാനുള്ള അനുമതി കൊടുത്തു ഗവൺമെൻറ്റിന്. 2, അവിടെയുണ്ടായിരുന്ന പള്ളി അതിന് പകരം തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന ഏതാണ്ട് 12 കിലോമീറ്റർ അപ്പുറത്ത് കിടന്നിരുന്ന ഒരു ദർഗയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ദർഗയ്ക്കടുത്തുള്ള ദർഗയുടെ സ്പേസിൽ ഒരു മസ്ജിദ് നിർമ്മിക്കാനുള്ള അവകാശം കൊടുത്തു. ഇതുകൂടാതെ മുമ്പ് പറഞ്ഞ ഹനുമാൻഗഡി ടെമ്പിളിൻ്റെ അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള നിർമോഹി അഖാരയ്ക്ക് അവർക്ക് ഒരു പ്രദേശം അവർക്ക് പതിച്ചു കൊടുത്തു. ഇതാണ് ഈ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. നിർമോഹി അഖാര എങ്ങനെയാണ് ഇതിൻ്റെ തർക്കത്തിലേക്ക് വന്നതെന്നുള്ളത് കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. കോടതി എങ്ങനെയാണ് ഇതിനെ കണ്ടത് എന്നുള്ളതാണ് ഇവിടെ വളരെ പ്രധാനം. നമുക്കൊക്കെ അറിയുന്ന പോലെ 1949 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഉടനീളം ഇതിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രോപ്പർട്ടി തർക്കം എന്നുള്ളതിന് നിലനിന്നിരുന്നത്. പ്രോപ്പർട്ടി തർക്കം യഥാർത്ഥത്തിൽ ഉന്നയിച്ച് നിർമോഹ വികാര മാത്രമാണ് ആ അർത്ഥത്തിൽ.
അവർ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ക്ലെയിം, പ്രൊപ്പറേറ്ററി ക്ലെയിം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊപ്പറേറ്ററി ക്ലെയിം ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്നു. മറ്റത് മുഴുവൻ യഥാർത്ഥത്തിൽ തർക്കമെന്ന് പറയുന്നത് പ്രോപ്പർട്ടിയുടെ തർക്കമായിരുന്നില്ല. അത് ചരിത്രപരമായിട്ടുള്ള ഒരു സ്മാരകം, അതിനെ തകർത്തുകൊണ്ട് മറ്റൊരു ക്ഷേത്രം പണിയാൻ പറ്റുമോ ഇല്ലയോ, അത് പരസ്യമായിട്ട് നടന്നൊരു സംഭവമാണ്. 1992 ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടൊരു മസ്ജിദ് തകർക്കുന്നു. തകർത്തതിന് ശേഷം അവിടെ ഒരു ക്ഷേത്രം പണിയാൻ അനുവാദം ചോദിക്കുന്നു. അതിന് ശക്തമായിട്ടുള്ള അതിനുവേണ്ടി ക്യാമ്പയിൻ നടക്കുന്നു. ഈ ക്യാമ്പയിൻ നടത്തി അതിനെപ്പറ്റി വ്യവഹാരം കൊണ്ടുവരുന്നു. അപ്പോൾ വ്യവഹാരം കൊണ്ടുവരുമ്പോൾ ഇവിടെ പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് പ്രോപ്പർട്ടി തർക്കം എന്നുള്ള രീതിയിലാണ് കണക്കാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയല്ല ചെയ്തത്. അതിന് പകരം ചെയ്തത് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ ആ അനുവാദം കൊടുക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പ്രോപ്പറേറ്ററി ബേസിസിൽ യഥാർത്ഥത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നവർക്ക് അവകാശമുള്ളതല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ആകെ കൂടി വരുന്നൊരൊറ്റ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 14-ാം നൂറ്റാണ്ടിൽ, ഇവരുടെ വാദമനുസരിച്ച് തന്നെ 14-ാം നൂറ്റാണ്ടിൽ അവിടെ ഒരു ക്ഷേത്രമുണ്ടെന്നായിട്ട് തെളിവുണ്ടെന്നും അത് 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഏതോ ഒരു ഭരണാധികാരി ഈ ക്ഷേത്രത്തെ തകർത്തുകൊണ്ട് അവിടെ ഒരു പള്ളി പണിതു എന്നുള്ളത് മാത്രമാണ് തെളിവ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ 16-ാം നൂറ്റാണ്ടിൽ 400 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള മറ്റൊരു തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സെറ്റിൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് സെറ്റിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം കോടതിക്ക് നല്ലവണ്ണം അറിയാം. കാരണം സെറ്റിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയാനുള്ള കാരണം, ഒന്ന്, കോടതിയുടെ മുമ്പിൽ വേണ്ടത്ര തെളിവുകളില്ല. ക്ഷേത്രം പൊളിച്ചു പണിതു എന്നുള്ളതിനെപ്പറ്റി തെളിവുകൾ ഉണ്ടായിട്ടില്ല. തെളിവുകൾ ഉണ്ടായത് മുഴുവൻ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമാണ്. അതായത് ബാബരി മസ്ജിദ് ചില പില്ലറുകൾ അതിൻ്റെ ഹിന്ദു ശില്പകലയനുസരിച്ച് നിർമ്മിച്ചതാണ് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ചില സൂചനകൾ മാത്രമാണ്. അവിടെ താമരയുടെ ചിഹ്നം കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ മാത്രമാണ് യഥാർത്ഥ തെളിവായിട്ട് കൊണ്ടുവന്നത്. ആ തെളിവുകൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് തെളിവുകളാവില്ല. അത് പൊളിച്ചു പണിതു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് മാറില്ല. നിങ്ങൾക്ക് പൊളിഞ്ഞു കിടന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ പെറുക്കിയെടുത്തിട്ടും വേണമെങ്കിൽ ഇതൊക്കെ പണിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് തെളിവാവില്ല. ഇത് കോടതിക്ക് നല്ലവണ്ണം അറിയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് അത്തരത്തിൽ സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. അതേസമയം തന്നെ ബാബരി മസ്ജിദ് പൊളിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതിപ്പോൾ കോടതി കണ്ടമും ചെയ്യുന്നുണ്ട്, കോടതി അത് അതിനെ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അവസാനം കോടതി പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭക്തരുടെ വിശ്വാസത്തെ മാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ള വിധിയാണെന്ന് പറയാനുള്ള കാരണം, ഭരണഘടനയിൽ പറയുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അതിൽ ഒരു വശമുണ്ട്, ആർട്ടിക്കിൾ 26 എന്ന് പറയുന്ന സംഗതി ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വശമുണ്ട്. എങ്കിലും ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ അംശത്തെ, പ്രത്യേകിച്ച് ആരാധനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് വിശ്വാസികളുടെ അവകാശമായിട്ട് വ്യാഖ്യാനിക്കുകയും അങ്ങനെ ആരാധനാ സ്വാതന്ത്ര്യത്തെ വിശ്വാസികളുടെ അവകാശമായിട്ട് വ്യാഖ്യാനിക്കുന്നതോടുകൂടി ഈ വിശ്വാസികളുടെ അവകാശം എന്ന് പറയുന്ന പ്രമേയം ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികൾ ഏതെങ്കിലും പ്രദേശത്തെ ദിവ്യസ്ഥാനമായി കണ്ടു കഴിഞ്ഞാൽ ആ ദിവ്യസ്ഥാനം എന്ന് പറയുന്നതിനെ അംഗീകരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു നിലപാടിലേക്ക് കോടതി വളരെ കറങ്ങിത്തിരിഞ്ഞ് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് എത്തുകയാണ് കോടതി ചെയ്യുന്നത്. ഈ മുമ്പ് പറഞ്ഞ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വേറെ ഒന്നുണ്ട്. കാരണം വിശ്വാസികളുടെ സ്ഥാനം എന്ന് പറയുന്നത് രാംലല്ലയുടെ വിഗ്രഹം ഉണ്ടായിരുന്ന സ്ഥാനമായിരുന്നില്ല. അതിന് വിശ്വാസികളുടെ സ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന രാംചബൂത്തര എന്ന് പറയുന്ന പ്രദേശമാണ്, സീതാക്കി റസോയി എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തല്ല ഈ പറയുന്ന വിഗ്രഹം സ്ഥാപിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട വിഗ്രഹം മാറ്റി സ്ഥാപിച്ച് രാംചബൂത്തരയിലേക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ അതുകൊണ്ട് പ്രശ്നം തീരുമായിരുന്നില്ലേ? എന്നിട്ട് ഈ മസ്ജിദിനെ പുതുക്കിപ്പണിയാൻ അവിടെ അവകാശം കൊടുക്കേണ്ടതായിരുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ ഒരുപക്ഷെ ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകൾ വളരെ സമർത്ഥമായി പ്രശ്നം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാമായിരുന്നില്ലേ? പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ കൈകാര്യം ചെയ്യാൻ കോടതി കൂട്ടാക്കിയില്ല, സമീപിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല അതിൽ
കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഇംഗിതത്തിനനുസരിച്ചിട്ടാണ് കോടതി ഇത്തരത്തിൽ വിധിച്ചത് അല്ലെങ്കിൽ വിധിക്കേണ്ടി വന്നത് എന്നുള്ളത് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അതിലെ ജസ്റ്റിസുമാരിൽ ഒരാളായിട്ടുള്ള അശോക് ഭൂഷൺ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ചടങ്ങിൽ അശോക് ഭൂഷൺ പങ്കെടുത്തിട്ടുമുണ്ട്. അങ്ങനെ അശോക് ഭൂഷൺ പങ്കെടുക്കുന്നു. രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനെ രാജ്യസഭ MP ആക്കുന്നു. SA ബോബ്ദെയെ അദ്ദേഹം പിന്നീട് ചീഫ് ജസ്റ്റിസായി അദ്ദേഹത്തിനും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുന്നു. ഇന്നത്തെ ചീഫ് ജസ്റ്റിസിനെക്കുറിച്ച് ഇതേ തരത്തിലുള്ള കോടതിയുടെ നിലപാടുകളെക്കുറിച്ചുള്ള ഒരുപാട് തർക്കമുള്ളതാണ് DY ചന്ദ്രചൂഡ്. അദ്ദേഹവും ഇതേ രീതിയിലുള്ള വിധി പ്രഖ്യാപിച്ച ആളാണ്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തിയ ഈ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഭരണഘടനയുടെ കൃത്യമായിട്ടുള്ള ഒരു മിസ്റെപ്രസെൻറ്റേഷനിലൂടെ ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിധി സമ്പാദിച്ചെടുത്തതെന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ മിസ്റെപ്രസെൻറ്റേഷൻ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം എന്താണ്, അതെങ്ങോട്ടേക്ക് നയിക്കുന്നു, അതെങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് ആ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത്, ഒരു വശത്ത് നമുക്ക് പ്രാണപ്രതിഷ്ഠ നടക്കുന്ന 2025 തീരേണ്ടുന്നൊരു ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ക്ഷേത്രപ്പണി നടക്കുന്നതിന് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രതിഷ്ഠ നടത്തുന്നു. ആ പ്രതിഷ്ഠയുടെ ആഗമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സാങ്കത്യം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഒരു പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി രാഷ്ട്രീയമായിട്ടുള്ളൊരു നിലപാട് എന്നുള്ള രൂപത്തിൽ ആ പ്രതിഷ്ഠ അവിടെ നടക്കുകയാണ്. മറുവശത്ത് അതേസമയം തന്നെ നമുക്ക് ഇതിനോടൊപ്പം തന്നെ വിധിക്കപ്പെട്ട പള്ളിയുടെ പണി തുടങ്ങിയിട്ട് പോലുമില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ തീർക്കണമെന്ന് വിധിക്കപ്പെട്ട ഒരു പള്ളി നിലവിലുണ്ടായിരുന്നു. ആ പള്ളി തീർക്കേണ്ടതാണ്. പള്ളി പൊളിക്കപ്പെട്ടു. പള്ളി പൊളിച്ചതിന് ശേഷം പണിതു എന്ന് പറയുന്ന പള്ളി, ആ പള്ളി ഇപ്പോഴും യഥാർത്ഥത്തിൽ അത് പണി തുടങ്ങിയിട്ട് പോലുമില്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതൊരു കോടതി വിധിയിലൂടെ അത് മാറ്റി പിന്നീട് പള്ളി പണിയണോ വേണ്ടയോ എന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെയോ വേറെ ആരുടെയോ ഉത്തരവാദിത്വമല്ല എന്നുകൂടി ഇതിലൂടെ വളരെ പ്രകടമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പരസ്യമായിട്ടുള്ള വിവേചനത്തിൻ്റെ ഏറ്റവും ഫലപ്രദമായൊരു ഉദാഹരണമായിട്ട് ഈ പറയുന്ന നിലപാടുകൾ, പ്രാണപ്രതിഷ്ഠ തന്നെ മാറുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന വിശ്വാസികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും ഗൗരവമുള്ള, ഇപ്പോൾ ഒരു പൊതുതെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള ഒരു വിഷയമായി ഈ വിശ്വാസികളുടെ ക്ഷേത്ര രാഷ്ട്രീയം എന്ന് വിളിക്കുന്ന സങ്കല്പം ഇത് ഉണ്ടായി വരും എന്നുള്ളൊരവസ്ഥയും കൂടി നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ അത് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്.